എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഓൾ ഈസ് വെൽ, എല്ലാം ഓക്കെയാണ്. ഇത് ബൈബിളിൽ ഒരാൾ പറയുന്ന ഒരു കാര്യമാണ്. ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഇന്നൊന്ന് ചിന്തിക്കാൻ പോകുകയാണ്. നമ്മൾ ഈ വ്യക്തിയെ കാണുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിലാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രവാചകനാണ് ഏലീഷ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ്റെ ഡബിൾ പോർഷൻ അനോയിൻറ്റിങ് പ്രാപിച്ച ഒരു ദൈവദാസൻ. ഏലീഷ പ്രവാചകൻ ഒരു ശിഷ്യനുണ്ടായിരുന്നു, ഒരു വേലക്കാരനുണ്ടായിരുന്നു, ഗേഹസി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ, ഏലീഷ പ്രവാചകൻ ഒരു ശീലമുണ്ട് പല സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുക. അപ്പം അങ്ങനെ പോയ ആ ഒരു ശുശ്രൂഷയ്ക്ക് പോകുന്ന ആ ഒരു രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ശൂനേം എന്ന പട്ടണത്തിൽ പോയി. അപ്പം ഈ 4-ാം അധ്യായത്തിൽ നമ്മൾ അത് വായിക്കുന്നു. 8-ാം വാക്യം മുതൽ ശൂനേം പട്ടണത്തിൽ ചെന്നപ്പോൾ അവിടെ പറയുന്ന, അവിടെ ഒരു ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു വെൽ ടു ഡു, ഒരു നല്ലൊരു സാമ്പത്തിക ശേഷിയുള്ള ഒരു സ്ത്രീ ആ പട്ടണത്തിലുണ്ട്. അപ്പോൾ ദൈവദാസൻ വന്നു എന്നറിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് ഒരു ആഗ്രഹം, ആ ദൈവദാസനെ വിളിച്ച് ഭക്ഷണം കൊടുക്കണം. അപ്പം ദൈവദാസനെ വിളിച്ചു, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തെക്കാട്ടി ഒരു ഇച്ചിരി ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അതിന് താഴേക്ക് എഴുതിയിരിക്കുന്ന, എപ്പോഴൊക്കെ ഏലീഷ പ്രവാചകൻ ശൂനേം പട്ടണത്തിൽ പോവുക അന്നേരമല്ല ഈ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ അങ്ങനെ മുൻപോട്ട് പോയപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവിനോട് പറയുകയാണ്, ഇതെല്ലാം ഈ 8-ാം വാക്യം തൊട്ട് മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഭർത്താവിനോട് പറഞ്ഞു, ഈ ദേവദാസൻ പലപ്പോഴും ഇതിലെ ശുശ്രൂഷയ്ക്ക് വരുന്നല്ലേ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വീടിൻ്റെ മേളിൽ ഒരു ഫ്ലോറും കൂടെ, ഒരു റൂം പണിതാൽ മതി, ദേവദാസിന് വേണ്ടി മാത്രം ഒരു ഗസ്റ്റ് റൂം പണിത് അതിനകത്ത് നന്നായിട്ടൊന്ന് ഫർണിഷ് ചെയ്യണം. ഒരു കട്ടിൽ വെക്കണം, ഒരു മേശ വെക്കണം, ഒരു ചെയർ വെക്കണം. ദേവദാസിന് ഇരുന്ന് സ്റ്റഡിയൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ടേബിൾ ലാമ്പും നമുക്ക് മേടിച്ച് വെക്കാം. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് ഇതെല്ലാം ഒരുക്കി കൊടുത്തു. ദൈവദാസൻ അങ്ങനെ അവിടെ പോകുമ്പോൾ എല്ലാം ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു ദിവസം ആ ഗേഹസിയോട് പറയുകയാണ്, ആ സ്ത്രീയെ വിളിക്കാൻ പറഞ്ഞു. ആ സ്ത്രീയോട് ചോദിച്ചു, നിനക്ക് എന്നതാ ഞങ്ങൾ പകരം തരണ്ടേ? ആ സ്ത്രീ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഓൾ ഈസ് വെൽ, എനിക്കൊരു കുഴപ്പവുമില്ല. അപ്പോൾ ദൈവദാസന് ഇങ്ങനെ എന്ത് ചെയ്യണം എന്നിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഗേഹസി പറയുന്നത്, ഇവൾക്ക് മക്കളില്ല എന്നുള്ളത്. അങ്ങനെ ആ ദൈവമനുഷ്യൻ പ്രവചിക്കുന്നു, അടുത്ത വർഷം ഈ സമയം നിനക്ക് ഒരു കുഞ്ഞ് ലഭിക്കും. ഇതെല്ലാം ഞാൻ ഈ പറയാൻ കാരണം, നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ഇന്ന് നമ്മുടെ വിഷയം മനസ്സിലാവത്തുള്ളൂ. ശരിക്കും നമ്മുടെ വിഷയം തുടങ്ങുന്നത് അതിൻ്റെ 18-ാം വാക്യം മുതലാണ്. 18-ാം വാക്യത്തിൽ ഈ കുഞ്ഞ്, ഇതുപോലെ പ്രവചനം പറഞ്ഞതുപോലെ തന്നെ പിറ്റേ വർഷം ആ സ്ത്രീക്ക് ഒരു കുഞ്ഞ് ലഭിക്കുന്നു, ഒരു ആൺകുഞ്ഞ്. ആ കുഞ്ഞ് വളരുന്നു, അവനൊരു അഡൾട്ടൊന്നും ആയില്ല, പക്ഷേ ഒരു സാധാരണ ഒരു പ്രായമായി, ഒരു വളർന്നു വരുന്ന ഒരു കുഞ്ഞിൻ്റെ പ്രായത്തിൽ അവനൊരിക്കൽ ഈ 18-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവൻ്റെ പിതാവിൻ്റെ കൂടെ വയലിലായിരുന്നപ്പോൾ പെട്ടെന്ന് അവന് ഒരു തലവേദന വരുന്നു. അയ്യോ എൻ്റെ തല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കരയുന്നു. അപ്പം പലരും വിശ്വസിക്കുന്ന അതൊരു സൺസ്ട്രോക്ക് ആയിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അവൻ്റെ പിതാവ് പെട്ടെന്ന് വേലക്കാരെ അവൻ്റെ അമ്മയുടെ അടുത്ത് അവനെ കൊണ്ടുപോകാൻ പറഞ്ഞു. അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു. അമ്മയുടെ മടിയിൽ തല വെച്ച് ആ കുഞ്ഞ് കിടന്ന് ആ കിടപ്പിൽ ആ കുഞ്ഞങ്ങ് മരിച്ചുപോയി. ഈ സ്ത്രീയുടെ നമ്മൾ പറഞ്ഞു തുടങ്ങിയ ശൂന്യംകാരത്തി സ്ത്രീ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മടിയിൽ അവളുടെ സ്വന്തം കുഞ്ഞ് കിടന്ന് മരിച്ചുപോയി. ഇനിയാണ് നമ്മളുടെ ചിന്ത തുടങ്ങുന്നത്. ആ സ്ത്രീ ആ കുഞ്ഞിനെ കുഞ്ഞ് മരിച്ചു എന്ന് കണ്ടപ്പോൾ അവൾ അത് ഏറ്റെടുത്തില്ല. അവൾ ആ പ്രവചനം ഓർത്തു. ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവദാസൻ എന്നോട് പ്രവചിച്ച് കിട്ടിയ കുഞ്ഞായത്, ഇതിങ്ങനെ മരിക്കേണ്ടിയ കുഞ്ഞല്ല, ഇതിൻ്റെ മേളിലൊരു വിളിയുള്ള കുഞ്ഞാണ്, ഇതല്ല ഈ കഥയുടെ അവസാനം. അപ്പോൾ അവളൊരു തീരുമാനം എടുത്തു, ആ ദൈവമനുഷ്യനെ തന്നെ ഞാൻ പോയി കാണും. അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, എനിക്ക് ഒരു കഴുതയും ഒരു വേലക്കാരനെയും എനിക്ക് ആ ദൈവമനുഷ്യനെ ഒന്ന് പോയി കാണണം. അപ്പോൾ ഭർത്താവ് എടുത്തുപോയി ചോദിക്കുന്ന ചോദ്യം, ഇത് നമ്മൾ കാണുന്നത് 23-ാം വാക്യത്തിലാണ്. ഇന്ന് അമാവാസ്യയുമല്ല ശബത്തുമല്ല, പിന്നെ എന്തിനാ ഇന്ന് നീ ഇപ്പോൾ ആ ദൈവമനുഷ്യനെ കാണാൻ പോകുന്നത്? അതായത് അമാവാസ്യയല്ല ശബത്തുമല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷയിൽ നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയണമെങ്കിൽ ആ ഭർത്താവ് ചോദിക്കുകയാണ്, സഭയിലും ഉപവാസ പ്രാർത്ഥന നടക്കുന്നില്ല, നമ്മുടെ വീട്ടിലും ഉപവാസ പ്രാർത്ഥനയൊന്നും നടക്കുന്നില്ല, പിന്നെ എന്തിനാ ഒരു പ്രവാചകനെ ഇപ്പം പോയി കാണുന്നത്?
അങ്ങനത്തെ ഒരു ചോദ്യം. അപ്പോൾ ആ സ്ത്രീ മറുപടി പറഞ്ഞ എന്താണെന്നറിയോ? നമ്മുടെ കുഞ്ഞ് മരിച്ചുപോയി, അല്ല നമ്മുടെ കുഞ്ഞിന് സീരിയസാ, ഒന്നും പറഞ്ഞില്ല. അവൾ പറഞ്ഞ മറുപടിയാണ് ഈ ബൈബിളിൽ പറയുന്നത്, ഓൾ ഈസ് വെൽ. എല്ലാം ഓക്കെയോ, ഒരു കുഴപ്പവുമില്ല. അവിടെ ഹീബ്രുവിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? ഷാലോം, സമാധാനമാ, ഒരു കുഴപ്പവുമില്ല, ഡോണ്ട് വറി. ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞേച്ച് ആ സ്ത്രീ പോവുക. ആ ദൈവമനുഷ്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ദൂരേന്ന് തന്നെ ആ ദൈവമനുഷ്യൻ തിരിച്ചറിഞ്ഞു, ശൂന്യംകാരത്തി സ്ത്രീയാണല്ലോ വരുന്നത്. തൻ്റെ ദാസനോട് പറഞ്ഞു, വേഗം പോയി ചോദിക്കുക, അവൾ ഇങ്ങനെ വരേണ്ട കാര്യമില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവളോട് 3 ചോദ്യം ചോദിക്കാനാണ് ആ ദൈവമനുഷ്യൻ പറയുന്നത്. ഗേഹസിയോട് പറഞ്ഞു, 1, നിനക്ക് ഓക്കെയാണോ, നിൻ്റെ ഭർത്താവിന് ഓക്കെയാണോ, നിൻ്റെ കുഞ്ഞിന് ഓക്കെയാണോ? 3 കാര്യം ചോദിക്കാൻ പറഞ്ഞു. ഇത് 3ഉം ഗേഹസി വന്ന് ചോദിക്കുന്ന അതിൻ്റെ 26-ാം വാക്യത്തിൽ അവൾ പറയാണ്, ഓൾ ഈസ് വെൽ, എല്ലാം ഓക്കെയാ. ഗേഹസിയോട് പറയാം. അവിടെയും ഹീബ്രു ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഷലോമ, സമാധാനമാ, ഡോണ്ട് വറി, ഒരു കുഴപ്പവുമില്ല. പക്ഷെങ്കിൽ അവൾ ഏലീഷ പ്രവാചകൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവിടെ അവൾ പറയാണ്, അതിൻ്റെ 27-ാം വാക്യത്തിൽ ഏലീഷയെ കണ്ടപ്പോൾ അവിടെ കമണ് വീണ് കരഞ്ഞ് ഏലീഷയോട് കാര്യം പറഞ്ഞു. ഇതിൻ്റെ ബാക്കി കഥ നമുക്കറിയാം. ഏലീഷ പോയി ആ കുഞ്ഞിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. പക്ഷെങ്കിൽ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ സ്ത്രീയുടെ ആക്ഷൻസ് എന്തൊക്കെയാണ് അവൾ പറഞ്ഞത്? 3 ആൾക്കാരെയാണ് അവൾ കാണുന്നത്. 3 പേരോടും അവൾ പറഞ്ഞ മറുപടികൾ. 2 പേരോട് പറഞ്ഞു ഓൾ ഈസ് വെൽ, ഒരാളോട് മാത്രമേ ശരിക്കും നടന്ന സംഭവം പറഞ്ഞുള്ളൂ. കാരണം എന്താണ്? നമുക്ക് നോക്കാം. അവൾ ആദ്യം പോയി കണ്ടത് അവളുടെ ഭർത്താവിനെയാണ്. കുഞ്ഞ് മരിച്ചു കിടക്കുക. പക്ഷെ ഭർത്താവ് ചോദിക്കുമ്പം പറയുക ഓൾ ഈസ് വെൽ, ഷാലോമ, സമാധാനമാണ്, ഡോണ്ട് വറി. കാരണം എന്തായിരിക്കും? കാരണം ഈ ഭർത്താവിൻ്റെ സ്വഭാവം ഒന്ന് നോക്കിക്കേ. എന്തെങ്കിലും ഒരു കാര്യം, ഒരാവശ്യം കണ്ടാൽ അന്നേരം തന്നെ മാനുഷികമായ ബുദ്ധിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അദ്ദേഹം ചെയ്യും, അല്ലേ? ഏലീഷയ്ക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പം സാധനങ്ങളെല്ലാം മേടിച്ചു കൊണ്ട് കൊടുത്തു. വീട്ടിലൊരു മുറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ മുറി പണിതു, കട്ടിൽ മേടിക്കണം, മേശ മേടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്തു. മാനുഷികമായി സെറ്റാക്കേണ്ടതെല്ലാം ചെയ്യും. ഈ ഭർത്താവിനോട് കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും എന്നറിയോ? അന്നേരം തന്നെ ഫ്യൂണറൽ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഫ്യൂണറൽ ഹോമിനെ വിളിക്കും, അല്ലെങ്കിൽ വിളിക്കേണ്ടിയവരെ എല്ലാവരെയും വിളിക്കും, പന്തൽ കെട്ടാൻ പറയും, ചെയ്യേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്യും. അവൾ പറഞ്ഞു, ഈ ഭർത്താവിനോട് ഈ വിഷയം എനിക്ക് പറയാൻ പറ്റത്തില്ല. ഭർത്താവാണ്, ശരിയാണ്, പക്ഷേ എൻ്റെ വിശ്വാസത്തിൻ്റെ ലെവലിലൊപ്പം നിന്ന് സംസാരിക്കുന്ന മനുഷ്യനല്ല, അതുകൊണ്ട് എനിക്കിത് പറയാൻ പറ്റത്തില്ല. പിന്നെ അവൾ മുൻപോട്ട് പോയപ്പോൾ അവൾ കണ്ടുമുട്ടിയ മനുഷ്യനാണ് ഗേഹസി. ഗേഹസിയോട് സത്യം പറയാൻ പറ്റുമോ? ഗേഹസിയുടെ സ്വഭാവം എന്താ? പലപ്പോഴും ഗേഹസി ദേവദാസൻ്റെ കൂടെ ഈ വീട്ടിൽ വന്ന് അവളുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അവൾ കണ്ടിട്ടുണ്ട് ഗേഹസിയുടെ സ്വഭാവം. അവൾക്ക് മനസ്സിലായി ഈ മനുഷ്യനോടും സത്യം പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ വേറെ ആയിരിക്കും. ഗേഹസിയുടെ സ്വഭാവം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു ഏതെങ്കിലും ഒരു സാഹചര്യം കാണുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഏറ്റവും നെഗറ്റീവായ ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം പോകത്തുള്ളൂ. ഇപ്പം നയമാൻ്റെ പണത്തിൻ്റെ പുറകെ പോയി, ചെയ്യരുതാത്തതായിരുന്നു, പക്ഷെങ്കിൽ അതിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ആകർഷണം. എന്തോ ഒരു പൈശാചികമായ ഒരു ആകർഷണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ അരാം സൈന്യം വന്ന് അവരെ ചുറ്റിയപ്പോൾ അവരെ കണ്ടിട്ട് അയ്യോ യജമാനനെ നമ്മളിനി എന്നെ എടുക്കും, വെപ്രാളപ്പെട്ട് പേടിച്ച് വിശ്വാസത്തിൻ്റെ വാക്ക് പറയാൻ അറിയത്തില്ല. ആത്മീയ കണ്ണ് തുറക്കണമേ എന്ന് ഏലീഷ പ്രാർത്ഥിച്ചപ്പോഴാണ് ആത്മീയ കണ്ണ് തുറന്നത്. അപ്പോൾ ആത്മീയ കണ്ണാൽ ഈ സ്ത്രീ ആത്മീയ കണ്ണാൽ കാണുന്ന സ്ത്രീയായിരുന്നു. അതുപോലെ കാണാൻ സാധിക്കാത്ത ഒരു വ്യക്തിയോട് കാര്യം എന്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ വ്യക്തിയോട് എന്ത് പറഞ്ഞു? ഷലോം, ഡോണ്ട് വറി, ഒരു കുഴപ്പവുമില്ല, ഓൾ ഈസ് വെൽ എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ശരിക്കും പോയി കാര്യം വിശദീകരിച്ച് പറഞ്ഞ ആരോടാണെന്നറിയോ? ആത്മീയ കണ്ണാൽ കാണുകയും അവളുടെ ഫെയ്ത്തിനൊപ്പം നിന്ന് ആ വിഷയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയോട്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ പല വിഷയങ്ങൾ നമ്മൾ നേരിടും. പല വിഷയങ്ങൾ ഇപ്പോൾ 2026 തുടങ്ങിയതേ ഉള്ളൂ. പല വിഷയങ്ങളും നമ്മൾ നേരിടുമ്പോൾ എല്ലാവരോടും പറയുമോ? പറയാൻ സാധിക്കുമോ? ചിലപ്പോൾ നമ്മളുടെ കുടുംബത്തിലെ അംഗങ്ങളാവാം, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ ആ ഒരു സർക്കിളാകാം, ചിലപ്പോൾ സഭയിലെ വിശ്വാസികളാകാം. എല്ലാവരോടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ
അത് നമ്മളുടെ വിശ്വാസത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റുമോ, അതോ ഉള്ള വിശ്വാസത്തെ ചോർത്ത് കളയുന്ന റിയാക്ഷൻ ആയിരിക്കുമോ വരുന്നതെന്ന് ചിന്തിച്ചിട്ട് വേണം പറയാൻ. പലപ്പോഴും നമ്മൾ ഈ സ്ത്രീ ചെയ്തതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഓൾ ഈസ് വെല്ലെന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. നമ്മളുടെ വിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല ദൈവം പറയുന്നത് അതുപോലെ പറയുന്നത്, വചനം വിളിച്ച് പറയുന്ന ആരെങ്കിലും നമ്മൾക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരാളെ അറിയാമെങ്കിൽ ആ ആളിനോട് വിഷയം പറയുക. നിങ്ങളുടെ വിശ്വാസത്തോടൊപ്പം നിന്ന് വിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് മാത്രം ഷെയർ ചെയ്യുക. അതാണ് നമ്മൾക്കിന്ന് ഈ സ്ത്രീയുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എന്നോട് ദൈവം ഇതാണ് സംസാരിച്ചത്. പലരോടും ഓൾ ഈസ് വെൽ പറയേണ്ട ഒരു ആവശ്യം വരും, ഒരു സാഹചര്യം വരും ഈ 2006. പക്ഷെ ചിലരോട് മാത്രം ഡിസേൺ ചെയ്തിട്ട് ശരിക്കുമുള്ള അവസ്ഥ ഷെയർ ചെയ്ത് ദൈവവചനം വിളിച്ചു പറഞ്ഞ് ദൈവഹിതം നിറവേറ്റി, ചില ഡെസ്റ്റിനീസൊക്കെ ചേഞ്ച് ചെയ്ത്, ചില അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറന്നു വരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ചില കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വർഷം അങ്ങനത്തെ കൂട്ടുകാരെ കണ്ടുമുട്ടുവാൻ ദൈവം സഹായിക്കട്ടെ. അങ്ങനത്തെ ആൾക്കാരെ തിരിച്ചറിയാനുള്ള കൃപ ദൈവം തരട്ടെ. ബാക്കിയുള്ളവരോട് ഓൾ ഈസ് വെൽ പറയാനുള്ള കൃപയും ദൈവം തരട്ടെ. ഗോഡ് ബ്ലെസ് യു.